ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസും പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് മോഡേൺ ലൈഫ് സ്റ്റൈൽ, ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മോഡേൺ ലൈഫ് സ്റ്റൈൽ റെഫേഴ്സ് ടു the way of people live today, influenced by technology, urbanization and fast-paced routine. അതായത് നമ്മുടെ ആധുനിക ജീവിത രീതി എന്ന് പറയുന്നത്, മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നഗരവൽക്കരണത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ഫാസ്റ്റ് റൊട്ടൈൻ്റെയും ഫാസ്റ്റായിട്ടുള്ള ദിനചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ജീവിത രീതിയെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മോഡേൺ ലൈഫ് സ്റ്റൈൽ കാരണമാണ് എന്തുണ്ടാകുന്നത്, നമുക്ക് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ്? ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ആർ ദ ഹെൽത്ത് കണ്ടീഷൻസ് കോസ്ഡ് ബൈ എ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ ഇൻസഫിഷ്യന്റ് മൂവ്മെന്റ്. അതായത് ശാരീരിക ചലനാവസ്ഥ ഇല്ലാത്ത ഒരു അവസ്ഥയെ, ഒരു ആരോഗ്യ അവസ്ഥയെയാണ് എന്ന് പറയുന്നത് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. The term hypokinetic diseases comes from the hypo means low, kinetics means movement, അതായത് ലോ മൂവ്മെന്റ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ചലനശേഷി ഇല്ലാത്ത ഒരവസ്ഥ. ഇങ്ങനെയാണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് കോമൺ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിലേത്തത് പറയുന്നത് ഒബസിറ്റി. എന്താണ് ഒബസിറ്റി എന്ന് പറയുന്നത്? ഒബസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി. നമ്മുടെ ശരീരത്തിലെ ചലനശേഷി ഇല്ലാതിരിക്കുമ്പോൾ, കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുമ്പോൾ നമുക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നു. അടുത്തത് പറയുന്നത് ഓസ്ട്രോപോറോസിസ്. ഓസ്ട്രോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം നമ്മുടെ എല്ലുകൾക്ക് വഹിക്കാൻ കഴിയാത്ത സമയത്ത് എല്ലുകളിൽ അപക്ഷയമുണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്ട്രോപോറോസിസ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചലനശേഷി, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഷുഗർ അംശം കൂടുമ്പോൾ നമുക്ക് ഡയബറ്റീസ് അനുഭവപ്പെടുന്നു. അടുത്തത് ഡിപ്രഷൻ ആൻഡ് ആൻഷ്യൻസ്. അതായത് നമുക്ക് ശരീരത്തിന്റെ ചലനശേഷി ഇല്ലാതിരിക്കുമ്പോൾ ഓരോ മനുഷ്യനിലും മെന്റൽ ഡിപ്രഷൻസ് ഉണ്ടാകാൻ, ശാരീരികപരമായി ചലനമില്ലാതിരിക്കുമ്പോൾ മെന്റൽ ഡിപ്രഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത രോഗം എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസസ്. ശരീര ചലനാവസ്ഥ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് കാർഡിയോ വാസ്കുലർ ഡിസീസസ്. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹൈ പ്രഷർ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഹൈപ്പോകൈനറ്റിക് ഡിസീസസിന് ഒരു എക്സാമ്പിൾസ് ആണ്. അടുത്തത് എന്താണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റിലേത്തത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി. അതായത് നമുക്കറിയാം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അടുത്തത് പുവർ ഡയറ്റ്. ശരിയായ ഭക്ഷണ രീതി. നമ്മുടെ ആധുനിക സമൂഹത്തിൽ ശരിയായ ഭക്ഷണ രീതി ഇല്ലാതിരിക്കുമ്പോൾ, അതായത് ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാരണമാകുന്നത്. അടുത്തത് പറയുന്നത് സെഡനറ്ററി ലൈഫ് സ്റ്റൈൽ. നമ്മൾ കുറേ നേരം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ടി വി കണ്ട് കുറേ നേരം ടി വി കാണുക, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് പിടിപെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെനറ്റിക് ഫാക്ടേഴ്സ്. പാരമ്പര്യമായിട്ടും ഓരോ വ്യക്തികളിലും ഇത്തരത്തിലുള്ള ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഏജിങ്. ചെറുപ്രായം മുതൽ വലിയ പ്രായമാകുമ്പോഴേക്കും ഓരോ വ്യക്തികളിലേക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്ട്രെസ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഓരോ വ്യക്തികളിലും അതായത് പലതരത്തിലുള്ള മാനസിക പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ശാരീരിക ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് പിടിപെടാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് പ്രിവെൻഷൻ നേടാൻ കഴിയുക? അപ്പോൾ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നാം റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പോകൈനറ്റിക് ഡിസീസസിൽ നിന്ന് പ്രിവെൻഷൻ നേടാൻ സാധിക്കും. ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം. പിന്നെ ഹെൽത്തി ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല ഹെൽത്തി ന്യൂട്രീഷൻ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. അത്തരത്തിൽ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ നേടാം.
രോഗം മുക്തി നേടാൻ സാധിക്കും. അടുത്തത് പറയുന്നത് ഗുഡ് പോസ്റ്റർ ആൻഡ് മൂവ്മെൻറ്റ്. ഡെയിലി ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അവർ അതിൽ നിന്ന് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയും അതുപോലെ നടക്കുക, സൈക്ലിംഗ് ചെയ്യുക, പിന്നെ അവരുടെ ഹോബീസ് ചെയ്യുക, ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ അവരുടെ ഹൈപ്പോകൈനറ്റിക് ഡിസീസസിൽ നിന്നും നമുക്ക് പ്രിവെൻഷൻ നേടാൻ സാധിക്കും. മാനേജിങ് സ്ട്രെസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്, അതായത് യോഗ ചെയ്തുകൊണ്ടും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടും ഡീപ്പ് ബ്രെത്ത് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ്. റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, നമ്മൾ മാസത്തിലോ ആഴ്ചയിലോ റെഗുലർ ചെക്കപ്പ് നടത്തി നമ്മുടെ രോഗാവസ്ഥയുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്കപ്പ് നടത്തുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ. അടുത്തത് എങ്ങനെ ഇത്തരത്തിലുള്ള രോഗത്തെ മാനേജ് ചെയ്യാം, മാനേജ് സ്ട്രാറ്റജീസ് ആണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്താണ്? റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. നമ്മൾ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈപ്പോ കൈനറ്റിക്സ് ഡിസീസസിൽ നിന്ന് നമുക്ക് കുറക്കാൻ, അത്തരത്തിലുള്ള രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രോഗശക്തി കുറക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മോണിറ്ററിങ്, ഡെയിലി ചെക്കപ്പ് നടത്തുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള വഴികളിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇത്തരത്തിലുള്ള രോഗം പിടിപെട്ടവർക്ക് അവർക്ക് സൈക്കോളജിക്കൽ മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടി കൗൺസിലറെ അതുപോലെ തന്നെ തെറാപ്പിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് മാനേജ് ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, ഓരോ വ്യക്തികളിലും ഇത്തരത്തിലുള്ള ഹൈപ്പോകൈനറ്റിക് ഡിസീസിനെ കുറിച്ച് നല്ല ഒരു അവയർനെസ് നൽകുകയാണെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. റെഡ്യൂസ് ദ സെഡനറ്ററി ബിഹേവിയർ, അതായത് നമ്മൾ ഇരുന്നു കൊണ്ടുള്ള ജോലികളും അത്തരത്തിലുള്ള ഒരു സെഡനറ്ററി ബിഹേവിയർ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ടോക്ക് ചെയ്യുമ്പോൾ നടന്നിട്ടും അങ്ങനെ കുറച്ച് വർക്കിംഗ് ചെയ്തുകൊണ്ടും നമ്മുടെ ഹോബീസൊക്കെ ഇടപെട്ടുകൊണ്ടും ഇത്തരത്തിലുള്ള രോഗങ്ങളെ മാനേജ് ചെയ്യാം. വെയ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് നാം തന്നെ കൺട്രോൾ ചെയ്ത്, അതായത് എക്സസൈസിലൂടെയും ഡയറ്റിലൂടെയും. മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ പിടിപെടുന്ന ഒരു രോഗമാണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഇതിന് പ്രിവെൻഷൻ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ട് നല്ല കൺസൾട്ടൻസ് ഡോക്ടേഴ്സ്മാരെയും ഫിസിക്കൽ തെറാപ്പിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതെ നമ്മൾ പ്രിവെൻഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും